വേഷപ്പകർച്ചയുടെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ വടകരയുടെ നാടക കലാകാരൻ കെ ബാലൻ മാസ്റ്റർക്ക് നാടക പ്രവർത്തകരുടെ സ്നേഹാദരം. അടുത്ത ബെല്ലോടുകൂടി എന്ന നാടക ഗ്രന്ഥത്തിന്റെ അണിയറ പ്രവർത്തകർ ചേർന്ന് ഫസ്റ്റ് ബെൽ നാടകവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരവ് നടത്തിയത്. ബാലൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു. കെ കെ രമ MLA ബാലൻ മാസ്റ്ററെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം ഏതാണെന്ന് വെച്ചാൽ നാടകമായിരുന്നു. ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഒരുപക്ഷെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ചെറിയ ചെറിയ നാടകം ഇതുപോലെയുള്ളവരൊന്നല്ലല്ലോ, നാടകങ്ങൾ അഭിനയിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതിനകത്ത് പോയി പങ്കെടുക്കുകയും സ്കൂളുകൾ ഹൈസ്കൂൾ തലത്തിലെ എല്ലാ നാടകോത്സവങ്ങളിലും ഒരു പ്രധാനമായി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഏറ്റവും നല്ല നടിക്കുള്ള ഒരു ഇതൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് കിട്ടിയത് എൻ്റെ ഓർമ്മയിൽ. അതിനുശേഷം കോളേജിലെത്തിയ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാടക ക്യാമ്പിൽ പങ്കെടുക്കുകയും കലാജാഥയിൽ സംസ്ഥാന കലാജാഥയിൽ നാടകവുമായി ബന്ധപ്പെട്ടവന് അതൊരു വലിയ ആവേശമായിരുന്നു. നാടകത്തിന്റെ ആ പ്രസക്തി ഒരു കാലത്തും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കിത് ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പുസ്തകത്തിന്റെ എഡിറ്റർ ഹരീന്ദ്രൻ മാണിക്കോത്ത് ഉപഹാരം നൽകി. തയ്യുള്ളതിൽ രാജൻ ബാലൻ മാസ്റ്ററെ പരിചയപ്പെടുത്തി. പുറന്തോടത്ത് ഗംഗാധരൻ, അജിത ചീരാംവീട്ടിൽ, പപ്പൻ നരിപ്പറ്റ, ബാലൻ മാസ്റ്ററുടെ മകൾ പ്രീതി, സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര എന്നിവർ സംസാരിച്ചു. സുഗണേഷ് കുറ്റിയിൽ സ്വാഗതവും റസാഖ് കല്ലേരി നന്ദിയും പറഞ്ഞു. ഒരു നടൻ എന്ന നിലയിൽ ബാലൻ മാസ്റ്റർ എവിടെ നിൽക്കുന്നു എന്നത് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയണം എന്നില്ല. പ്രേക്ഷകന് വേണ്ടിയാണ് നാടകം എഴുതപ്പെടുന്നതും അവതരിപ്പിക്കപ്പെടുന്നതും. ഇവിടെ ബാലൻ മാസ്റ്ററെ ആദരിക്കുമ്പോൾ അല്ലെങ്കിൽ 50 വർഷം പിന്നിട്ട കലാകാരന്മാരെ ഓർമ്മിക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രമല്ല, നമ്മുടെ കേരളം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും, അതുപോലെ ഏതെങ്കിലും തിന്മകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് മുൻകൈ നേടുന്നുണ്ടെങ്കിൽ ആ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. പ്രിയപ്പെട്ട ബാലൻ മാസ്റ്റർ എന്ന് പറയുന്ന നാടകകാരനെ തൊട്ട് ഒന്നിച്ച് ചേർന്ന് ഒരുപാട് കാലം നിന്ന് പ്രവർത്തിച്ച ഒരനുഭവം. അവർ ഭാവപ്പകർച്ചയിലും വേഷപ്പകർച്ചയിലും ഒക്കെ കാണിക്കും. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ പലരും തിരശ്ശീലയ്ക്ക് പിന്നിൽ മറയുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടാവില്ല. അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഏറ്റുമുട്ടുമ്പോഴും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിന് കാരണമായിരിക്കാം. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ ആദരിക്കുക. സത്യം പറഞ്ഞാൽ